ഹായ് ഫ്രണ്ട്സ് സ്റ്റോറി ആയിട്ട് പോവാം. അതെ, ഹീറോയിൻ്റെ ചേട്ടനും പിന്നെ കീർത്തിയുടെ ചേട്ടനും സ്റ്റോറി റൈറ്റിംഗ് എഴുതിക്കോ എന്ന് പറയാമായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ സ്റ്റോറി എഴുതി റിലീസ് ചെയ്തു. ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെ വേറെ വേറെ കൺട്രി ഇങ്ങനെ ഡ്രോയിങ് വെച്ച് സ്റ്റോറി എഴുതിയായിരുന്നു. അത് ഭയങ്കര ഫേമസ് ആകാൻ തുടങ്ങിയായിരുന്നു. ഇങ്ങനെ ഓരോന്നോരോന്നോ സ്റ്റോറി വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ വെച്ച് സ്റ്റോറി എഴുതിയായിരുന്നു. അങ്ങനായിട്ട് നല്ല സൂപ്പറായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനായിട്ട് ഈ ന്യൂസ് പോയി വീക്ക് എത്തിയായിരുന്നു. ജങ്കുക്ക് പറയുന്നു മച്ചാ സ്റ്റോറി നോക്ക് വീക്ക് ഒന്നും മനസ്സിലായില്ല. വി നോക്കായിരുന്നു. ശരി ഓക്കെ അത് സ്റ്റോറി ഓക്കെ. എൻ്റെ നെയിമിലുള്ളത് വേറെ വീക്കും ഹീറോയിൻ്റെ നെയിം എഴുതി സ്റ്റോറി ചെയ്തായിരുന്നു. അത് ഭയങ്കര ഫേമസ് ആവാൻ തുടങ്ങിയായിരുന്നു. ഭയങ്കര ഫേമസ്. സ്റ്റോറി വായിച്ചത് ചിരിക്കായിരുന്നു. സ്റ്റോറി ആണോ എന്ന് ചിരിക്കായിരുന്നു. വീക്ക് സ്നൈക്കായിരുന്നു. എന്താ എന്ന് പറഞ്ഞു വീക്ക് ഷോക്കായിരുന്നു. ഡാഡി എന്ന് പറഞ്ഞ ഒരു ബേബി ഓടി വന്നായിരുന്നു. വീക്കും മാരേജായി. അത് ഹീറോയ്ക്ക് കോളർ അറിയൂ. പറയാം ഞാനൊരു പെണ്ണിലാവ് വെച്ചു. അങ്ങനെ രണ്ടുപേരും മാരേജ് കഴിച്ചു. അതുകൊണ്ട് വീക്ക് വൈഫുണ്ട്. അതെ, മാരേജ് ആയതും അറിയൂ. അത് മാത്രമല്ല വീക്ക് മാരേജ് ആയത് പിന്നെ ഡിവോഴ്സ് എന്ന് പറയാം. പറഞ്ഞു. അതെ, വീക്ക് ഓൾറെഡി മാരേജായി ഡിവോഴ്സായി. വീക്ക് ഷോക്കാണ്. എനിക്ക് ഡിവോഴ്സായ മാരേജ് ആയിട്ട് എന്നെ വീക്ക് അത് കൺഫ്യൂസ് ആയിരുന്നു. അതുകൊണ്ട് വീക്ക് ശരിക്കും പറഞ്ഞാൽ മാരേജായി ഡിവോഴ്സ് ആയി. വീക്ക് പറഞ്ഞാൽ ടെൻഷനായിരുന്നു. വൈഫ് കൂടെ ഇവളെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വീക്ക് ടെൻഷനായിരുന്നു. വീൻ്റെ വൈഫ് പറഞ്ഞ് ഓൾറെഡി വീക്ക് ഇഷ്ടപ്പെടാതെ ഫോഴ്സ് മാരേജാണ് ചെയ്തത്. വീക്ക് ആ വൈഫ് ഇൻട്രസ്റ്റ് ഇല്ല വൈഫ്മാരെ. വീക്ക് ഫോഴ്സ് മാരേജ് കഴിച്ചതാണ്. അപ്സതില്ല. അതേക്കൊണ്ട് മമ്മി ഒന്ന് കുളക്കി കൊടുത്തതാണ്. എൻ്റെ ഫ്രണ്ടിന് മോളെ നല്ല കുട്ടി അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ആ പെണ്ണ് ക്ലബ്ബ് ഇങ്ങനെയെല്ലാം പോവാണ്. അതുകൊണ്ട് വീക്ക് ടെൻഷനായിരുന്നു. ഓൾറെഡി ആ പെണ്ണിന് മാരേജ് കഴിച്ചാൽ പിന്നെ അവളെക്കുറിച്ച് അതെല്ലാമായിട്ട് അറിഞ്ഞു. വീക്ക് പറഞ്ഞ നല്ല പെൺകുട്ടി ആക്ടിങ് ചെയ്ത്. അതുകൊണ്ട് ബേബി ജനിച്ചാൽ പിന്നെ പണം കൊടുക്കാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ബേബി ജനിച്ചാൽ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ബേബിക്ക് 1 വയസ്സാണ്. പണം കൊടുക്കാൻ തുടങ്ങിയായിരുന്നു. കുറച്ച് ഫുൾ പണം കൊടുക്കാൻ തുടങ്ങി. വീക്ക് മനസ്സിലായി അവളാണ്. ആ പെണ്ണ് ഭയങ്കര ഒരുമാതിരി ചെയ്യാൻ തുടങ്ങി. ആ പെണ്ണ് ഭയങ്കര സ്റ്റൈലായിട്ട് ഭയങ്കര വില മതി ആക്ടിങ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് വീക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആ പെണ്ണ് കുറച്ച് അബ്ബിയായിട്ടാണ്. എനിക്ക് കുസുമ പെണ്ണ്. ആ പെണ്ണ് ബ്യൂട്ടിഫുള്ളായി മാറിയായിരുന്നു. അത് ആ പെണ്ണ് ഭയങ്കര സ്റ്റൈൽ മാറി ആക്ടിങ് ഭയങ്കര ഓവർ ചെയ്ത് തുടങ്ങി. അങ്ങനെ ബേബീസ് നമ്മൾ പണം തരുന്നത് അതുകൊണ്ട് ബേബീസ് തന്നെ ക്യാരിങ് ചെയ്യും. അതുകൊണ്ട് പറയുന്നത് പെണ്ണ് ഷോക്കായിരുന്നു. എന്താ ഡിവോഴ്സ് അത് പറയായിരുന്നു. അതുകൊണ്ട് അവർക്ക് രണ്ടുപേരും ഡിവോഴ്സായി. ബേബി നന്നായിട്ട് അറിയാം. ആ പെണ്ണ് കണ്ട് കഥ പോയായിരുന്നു. എന്നെക്കൊണ്ട് അങ്ങനെയായിട്ട് വീക്ക് പറയായിരുന്നു എനിക്ക് ഡിവോഴ്സായി. ഒരു വൈഫ് വരെ പറയാറുണ്ട്. വീട്ടത് എനിക്ക് മാരേജ് ആയിരുന്നു. അത് എല്ലാവരും പറഞ്ഞു ആരാണ്ട് വൈഫ് പറയുമില്ല എന്ന് പറയായിരുന്നു. അതുകൊണ്ട് ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. നന്നായിട്ട് വീക്ക് ആരിപ്പോൾ സ്റ്റോറി ചെയ്ത് ഒരു വീക്ക് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് വന്നായിരുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ കണ്ട് കഥ ഇരുന്നായിരുന്നു. ഹീറോ ജോലിയായിട്ട് ഫ്രണ്ട്സ് കൂടെ ജോലിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് വീക്ക് ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഹീറോ ജോലിയായിട്ട് ഫ്രണ്ട്സ് കളിച്ചാൽ സംസാരിക്കുമായിരുന്നു. അതായിട്ട് ഹീറോയുടെ ഫ്രണ്ട് പറയുന്നു മച്ചേ നമുക്ക് ട്രിപ്പ് പോകാമെന്ന് പറയുന്നു. അങ്ങനെ ഹീറോയുടെ ചേട്ടൻ പറയുന്നു അതെ ഞാൻ ട്രിപ്പ് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരിടത്ത് പോയിട്ട് ഭയങ്കര ആവില്ല സർപ്രൈസ് പറയുന്നു. ഹീറോയുടെ ബർത്ത്ഡേ സർപ്രൈസ്. അങ്ങനെ എല്ലാവരും പോയിട്ട് ഹീറോയുടെ മമ്മിയും ഫ്രണ്ടിൻ്റെ ഡാഡി മമ്മി അത് കൊറിയയിൽ വന്ന് ഹാപ്പി ആയിരുന്നായിരുന്നു. അങ്ങനെ ജോലിയായിട്ട് ഫ്രണ്ട്സ് കൂടെ ജോലിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് വി ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് കൂടെ ജോലിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ വീക്ക് ഒന്നും അറിയില്ലായിരുന്നു. വീയുടെ ടെൻഷൻ പറഞ്ഞിട്ട് വരായിരുന്നു. അങ്ങനെ ഒയ്യാരി ഓടി വന്നു. ഡാഡി എന്ത് പറ്റി? ഒന്നുമില്ല അപ്പം എന്ന് പറയായിരുന്നു. വീക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ടെൻഷനിൽ വന്നായിരുന്നു. അങ്ങനെ എൻ്റെ ഹീറോയിനെ ഇടിച്ച് വീണാണ് ഷോക്കായിരുന്നു. ആ ബേബിനെ ഷോക്കായിരുന്നു. എൻ്റെ ഡ്രീമിൽ വന്ന മാതിരി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അതുകൊണ്ട് അതായത് സോറി എന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു. വീനെ കണ്ടുപിടിച്ചായിരുന്നു ഹീറോയിൻ. ഒയ്യാരിനെ കണ്ടുപിടിച്ചായിരുന്നു. ശരി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഡേസ് വന്നു തുടങ്ങിയായിരുന്നു. അങ്ങനെ കുറച്ച് ഒയ്യാരനെ കിഡ്നാപ്പ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ആ എക്സ് വൈഫ് കുറച്ച് ആൾക്കാർ ഒരു ഗുണ്ടനെ വെച്ചിട്ട് വീനെ മിരട്ടിയായിരുന്നു. അങ്ങനെ ഹീറോ വന്ന് ബേബി ഒയ്യാരിനെ രക്ഷിച്ചു. അങ്ങനെയായിട്ട് ഹീറോയുടെ ഫ്രണ്ട് വന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നു. അതുകൊണ്ട് അങ്ങനെയായിട്ട് രക്ഷിച്ചായിരുന്നു ഒയ്യാരിനെ. അതുകൊണ്ട് ഒയ്യാരിക്ക് ഹീറോയിനെ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ വീടിനോട് കയറിഞ്ഞിട്ട് ഹീറോയിനെ കുറിച്ച് ഫുൾ ആയിരുന്നു ഒയ്യാരിക്ക്.
പിന്നീട് വാശി വിട്ടൊരു ഹീറോയുടെ മാരേജ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വിവേക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് ഹീറോയുടെ മാരേജ് കഴിച്ച് ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് ഒയാരിനെ ഇഷ്ടപ്പെട്ടായിരുന്നു. ശരി ഓക്കെ മാരേജ് കഴിച്ചായിരുന്നു. അങ്ങനെ ഡേയ്സ് നന്നായിട്ട് പോകാൻ തുടങ്ങി. അതെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ്റെ മമ്മിക്ക് ശരി ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിച്ചായിരുന്നു. അതുമാത്രമല്ല വീനെ നല്ല ചെക്കൻ. അതുമാത്രമല്ല ബേബീനെ അവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ബീൻ്റെ ബേബീനെ ശരി ഓക്കേന്ന് കുറേ ദിവസം മാരേജായി. അതുകൊണ്ട് ഹീറോയിൻ്റെ മമ്മിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയിൻ്റെ മമ്മിക്ക് ഒരാൾ അതെ വീ മതിയുള്ള മാരേജ് കൊടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. ശരി ഓക്കെ പറഞ്ഞ് പിന്നെ മാരേജ് കഴിച്ചാൽ ഹീറോയ്ക്ക് ബേബീസ് ജനിച്ചു. ഭയങ്കര ഹാപ്പിയായിരുന്നു. അതെ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അതെ ഹീറോയ്ക്ക് 4 ബേബി ജനിച്ചായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഡ്രീമിൽ വന്നു എനിക്ക് ബേബി അങ്ങനെയല്ല, ഹീറോയ്ക്ക് ബേബീസ് ആയിരുന്നു. ഭയങ്കര ഹാപ്പിയായിട്ട് ഹീറോയിൻ നന്നായിട്ട് കെയറിങ് ചെയ്ത് തുടങ്ങിയിരുന്നു. ഹീറോയ്ക്ക് ശരി ഓക്കെ അത് ബേബീനെ നന്നായിട്ട് കെയറിങ് ചെയ്ത് തുടങ്ങിയായിരുന്നു. ഹീറോയിൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ബേബീസ് കൂടെ. ഇപ്പോൾ ബേബീസ് എല്ലാം വളർന്നു വലുതായി. ഇപ്പോൾ ബേബീസൊക്കെ ഇപ്പോൾ എല്ലാവർക്കും 4 വയസ്സ്. ഹീറോയിൻ എന്നിട്ട് കെയർ ചെയ്ത് എന്നാൽ ഫുഡ് കഴിക്കുമ്പോൾ 2 ഗേൾ ബേബി 2 ബോയ് ബേബി എന്നാൽ കഴിക്ക് വേണ്ട ഫുഡ് വേണ്ടെന്ന് പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറയാം. ഹീറോയിൻ ബേബീസ് കൂടെ ജോലിയായിട്ട് അതെ ഉണ്ടായിരുന്നു. വീട് മമ്മി ഒരു മെഡിസിൻ കൊടുത്തതുകൊണ്ട് ഹീറോയ്ക്ക് കൂടെ ക്ലോസ് ചെയ്യുന്നത് ഇല്ലായിരുന്നു. വീക്ക് എന്ത് ചെയ്യുന്നറിയില്ല. ഹീറോയിൻ ശരി ഓക്കെ ഹീറോയിൻ അറിയില്ലായിരുന്നു. അതാണ് ഹീറോയിൻ ഇങ്ങനെ വീണ്ടും മമ്മി എന്ത് ചെയ്തത് ആ മെഡിസിനിൽ കാര്യം അറിഞ്ഞതിന് അങ്ങനെയായിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഹീറോയ്ക്ക് എന്തായാലും മോശമില്ല. ഹീറോയിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ വീക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹീറോയ്ക്ക് പ്രപ്പോസ് ഹീറോയ്ക്കൂടെ ജോലി എനിക്ക് തുടങ്ങിയത്. ഇപ്പോൾ പറഞ്ഞ് ബേബീസ് നോയാരെ നോക്കി പറഞ്ഞ് ഹീറോയിന് ബെഡ്റൂം കൊണ്ടുപോയിരുന്നു. ഹീറോയ്ക്ക് എന്ത് എന്ന് പറഞ്ഞു. അങ്ങനെ റിക്വസ്റ്റ് ഷോക്കായിരുന്നു. റിക്വസ്റ്റ് ക്ലോസ് ആയിരുന്നു. അങ്ങനെ ടേസ്റ്റ് പറഞ്ഞു. ഹീറോയ്ക്ക് ഒരു ബോയ് ബേബി ജനിച്ചായിരുന്നു. കിങ് എന്ന് പേരിട്ടായിരുന്നു. ശരിക്കായിരുന്നു ഹീറോയിൻ. അങ്ങനെ ഭയങ്കര ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.